വീറ്റ് കേക്കാണ്. എല്ലാവരും മൈദ വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അത് കാരണം കേക്ക് കഴിക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്തവർ കുറേ പേര് കാണും. അപ്പോൾ നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ച് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കപ്പ് 250 ml കപ്പാണ്. 1 കപ്പ്, അതിൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഗോതമ്പ് പൊടിയിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ഇട്ട് നല്ലവണ്ണം അരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ഒരു 3 തവണ അരിച്ചിട്ടുണ്ട്. ഞാൻ നല്ലവണ്ണം നിങ്ങൾ അരിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് സെറ്റാകും. അടുത്ത് ഇതിനായിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, അത് പൊടിച്ചാണ് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കുക. 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുക്കേണ്ടത്. വേറെ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ എടുക്കണ്ട, അത് നമുക്ക് ഫ്ലേവർ വരും. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ എടുക്കുക. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല, 125 ml ആണ് 1/2 കപ്പിൻ്റെ. 1 കപ്പ് 250 ml ആണ്. അടുത്ത് വാനില എസൻസ് വേണം, 1 ടീസ്പൂൺ എടുക്കണുണ്ട്. പിന്നെ 1/2 കപ്പ് തൈര് എടുക്കണുണ്ട്. ഞാനത് ഫ്രഷ് തൈരാണ്, കട്ടി തൈരാണ്. 1/2 കപ്പ് ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള നട്ട്സുകൾ, ഇത് ചെറുതായിട്ട് നുറുക്കി ഇടേണ്ടതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം എടുക്കാം. ഞാൻ ഇപ്പോൾ കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട്, പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ള നട്ട്സുകൾ ഇടുക. നട്ട്സ് ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, യെല്ലോ ഇതുകൊണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വെള്ളം ഒന്ന് അടിച്ചിട്ട് വേണം അതിനെ ഒഴിക്കാൻ. ഇത് ഞാൻ ബീറ്റർ വെച്ചാണ് അടിക്കണത്. നിങ്ങൾക്കിപ്പോൾ ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്യാം. ഫോർക്ക് ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകും. ഇങ്ങനെ വെച്ചിട്ട് അടിച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചിട്ട് കാണിക്കാം. മുട്ടയുടെ വെള്ളം നല്ലവണ്ണം പതഞ്ഞിട്ടുണ്ട്. ഇതിനെയും കൂടെ യെല്ലോ ഇതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത് നേരത്തെ എന്തുകൊണ്ട് ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ഫുൾ അങ്ങനെ വൈറ്റും യെല്ലോവും ഇരുന്നാൽ ഇത് നല്ലവണ്ണം മിക്സ് ആകത്തില്ല, ഇതുപോലെ പതഞ്ഞ് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. നിങ്ങൾക്ക് ചേർത്തടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ മുട്ട പതയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫോർക്ക് കൊണ്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ ഇത് മുട്ട കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. മഞ്ഞയും വെള്ളയും എല്ലാം മിക്സ് ആയിട്ടുണ്ട്, കാണണല്ല നല്ലവണ്ണം. അടുത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ട അടിച്ചത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ വാനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനി ഇതിലൊന്ന് പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത് ബീറ്റർ ഇല്ലെങ്കിൽ മുട്ട നല്ലവണ്ണം അടിച്ചിട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കുക. ഇത് പഞ്ചസാര പൗഡറാണ്. എന്തുകൊണ്ട് പൗഡർ ആക്കിയെന്ന് വെച്ചാൽ കുറച്ച് പതപ്പിക്കാൻ കുറച്ച് ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. പൊടിക്കാതിരുന്നാൽ കുറച്ചുകൂടെ ഹാർഡായിരിക്കും. പക്ഷെ മിക്സിയിലൊക്കെ ഇടുകയാണെങ്കിലും ഇങ്ങനെ പൊടിച്ചിടുന്നതാ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ പഞ്ചസാരയും മുട്ടയും നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം അടിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ അടിച്ച് മാറ്റുക. ഇപ്പം ഞാൻ ഇതിൽ എടുത്തു വെച്ചിരുന്ന അത് 1/2 കപ്പ് ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. നിങ്ങൾ ഈ പ്രോസസ്സിന് ശേഷം അതിനെ പാത്രത്തിലാക്കി ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യണതാണ് എളുപ്പം. അല്ലാതെ ഇതെല്ലാം മിക്സിയിൽ ഒഴിക്കണ്ട. ഈ മുട്ടയും പഞ്ചസാരയും മിക്സിയിൽ വെച്ച് അടിച്ചതിന് ശേഷം നിങ്ങൾ ഫോർക്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് എളുപ്പം. മിക്സി യൂസ് ചെയ്യണം അവർ. പിന്നെ ഓയിലെല്ലാം മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ 1/2 കപ്പ് തൈര് അതിലൊഴിച്ച് മിക്സ് ചെയ്യാം. ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തിനിയും മാവ് എല്ലാം ചേർത്തിടണ്ട, കുറച്ചായിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തിനി ആഡ് ചെയ്യുക. ഇത് ഞാൻ 1 കപ്പ് പാൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് തണുപ്പ് മാറിയ പാലാണ്. നമുക്ക് ഇടയ്ക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കി നമുക്ക് അതിൻ്റെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അവസാനം പറയാം എത്രയാണ് യൂസ് ചെയ്തത്. ഇപ്പം അല്പം പാൽ ഒഴിക്കണം. കംപ്ലീറ്റ് മാവ് ഇട്ടിട്ടില്ല. ഈ മാവ് ഇനി ബാക്കിയുള്ളതും കൂടെ തട്ടിയിട്ട് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കംപ്ലീറ്റായിട്ട് മിക്സ് ചെയ്തതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ല, ഇതാണ് അത് കറക്റ്റ്. ഇത് തിക്നെസ് കൂടിയിരിക്കുകയാണെങ്കിൽ കേക്ക് ഹാർഡായി പോകും, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ആ 1 കപ്പ് പാലും ഒഴിക്കേണ്ടതുണ്ടായിരുന്നു, ഫുൾ ഒഴിച്ചായിരുന്നു ഞാൻ. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനി ഞാനിത് നട്ട്സൊക്കെ വെതറി ബേക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ
കുറച്ച് നെയ്യ് തടവിയിട്ട് മാവിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ ഒഴിക്കാം. അല്പം ഒഴിച്ചിട്ട് ഞാൻ അതിൽ നട്ട്സ് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഓരോ ലെയറായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇതിൽ ഇട്ട് മിക്സ് ചെയ്യണതിൽ വലിയ താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ കൂടുതലും മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു താഴോട്ട് പോകണം, എല്ലായിടവും മിക്സ് ആകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് മാവ് ഒഴിച്ച് അതിൻ്റെ പുറത്ത് ഇങ്ങനെ നട്ട്സുകളെല്ലാം വെതറി അടുത്ത് ഇനിയും ഇപ്പം മാവ് ഒഴിക്കാൻ പോവുകയാണ്. അടുത്ത് ഇതിൻ്റെ പുറത്ത് ഇനിയും നട്ട്സ് ഇടും. അപ്പം ഞാനിപ്പോൾ എല്ലാ മാവ് ഒഴിച്ച് മുകളിൽ നട്ട്സ് വിതറി. ഇപ്പോൾ എൻ്റെ ഓവൻ 190 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണ്. അതിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ സമയമായിട്ടുണ്ട്. 15 മിനിറ്റ്സ് ആകാൻ പോവുകയാണ്. നമുക്കൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാം അത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ 15 മിനിറ്റ്സ് അല്ല, ഞാൻ അതിനുശേഷം ഒരു കത്തി എടുത്ത് ഇങ്ങനെ കുത്തി നോക്കിയപ്പോൾ അത് വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചായിരുന്നു. അതായത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് അത് ടെമ്പറേച്ചർ ടൈമും വ്യത്യാസപ്പെടാം. ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ ചിലർക്ക് 170 വെച്ചാൽ മതിയാകും. പക്ഷേ 180 നോർമൽ. ഒരു ചിലർക്ക് 30 മിനിറ്റ്സ് വരെ ആകും. അപ്പോൾ എൻ്റെ ഓവൻ ഒട്ടും ഫാസ്റ്റ് ആണെന്നുകൊണ്ടാണ് 20 മിനിറ്റ്സിലായത്. അപ്പോൾ നിങ്ങൾ 20 മിനിറ്റ്സ് വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ഇവിടെ ഒരു ഷാർപ്പായ കത്തിയോ എല്ലാം വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയും. ആ കത്തിയിൽ മാവ് ഒട്ടി വരികയാണെങ്കിൽ അത് വെന്തില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് കണ്ടോ, കാണണമല്ല നല്ലവണ്ണം പോണത്. ഞാൻ ഇനി ഇത് അല്പം ചൂടാണ്, അല്പം കൂടെ തണുത്തിട്ട് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. ഇത്ര സോഫ്റ്റ്നെസ്സാണ് നിങ്ങൾ നോക്കിയാൽ കണ്ടോ. കത്തി അങ്ങനെ ഫ്രീ ആയിട്ടാണ് പോണത്, നല്ല സോഫ്റ്റ്. ഇത് ഭയങ്കര ടേസ്റ്റുമാണ്. ഗോതമ്പിലുണ്ടാക്കിയ കേക്കെന്നേ ആരും പറയത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.